ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടാൽ ആ പെണ്ണിനെ വളക്കാൻ വേണ്ടിട്ട് 2 കൊല്ലൊക്കെ വെറുതെ കളയും. ക്ലാസ്സിൽ പഠിക്കൂല, പുസ്തകം തുറക്കൂല, ആകെ സ്കൂളിൽ പോകുന്നത് ഇവളെ കാണാൻ. ഇവളൊന്ന് വന്നില്ലെങ്കിലും മൂടൂട്ടായി. അങ്ങനെ അവളൊന്ന് ചിരിച്ച് നമ്പർ അങ്ങോട്ട് കൊടുക്കാൻ 2 വർഷം, നമ്പർ കൊടുത്തിട്ടൊന്ന് സെറ്റാവാൻ 2 വർഷം, 4 വർഷം ഒരു പെണ്ണിന് വേണ്ടി കഴിഞ്ഞു. എന്നിട്ട് ഈ പെണ്ണിന് വേണ്ടി 4 വർഷം കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞാലോ? ഇതപ്പോ പോക്കറാക്കാന്ന് വെച്ച പോലെയുള്ള അവസ്ഥയാണ്. ഇതപ്പോ പോക്കറാക്ക. ഈ പെണ്ണിനാണ് ഞാൻ 4 വർഷം സമയം കഴിഞ്ഞത്. ഇത്രയേ ഉള്ളൂ ഈ പെണ്ണെന്നൊക്കെ പറഞ്ഞാൽ. വെറുതെ പ്രണയത്തിനും പ്രേമത്തിനും സമയം കളയരുത്. സമയാകുമ്പോ എന്തായാലും കല്യാണം നടക്കും. ഒരു പെണ്ണ് നമുക്ക് എല്ലാവർക്കും കിട്ടും. സമയാകുമ്പോ എന്തായാലും ഒരു പെണ്ണ് കിട്ടും, കല്യാണം കഴിക്കും. കല്യാണം കഴിഞ്ഞവരോട് ചോദിച്ചാൽ മതി, ഇത്രയൊക്കെ ഞാൻ കഷ്ടപ്പെട്ടിട്ട് പ്രണയിച്ചൊരു കല്യാണം കഴിക്കണമായിരുന്നോ എന്ന് നിങ്ങൾക്ക് ഇപ്പൊ അറിയണമെങ്കിൽ നേരത്തെ കല്യാണം കഴിച്ച ആളുകളോട് ചോദിച്ചാൽ മതി. എന്താ കല്യാണത്തിന്റെ അവസ്ഥ, എന്താ കല്യാണം കഴിഞ്ഞാലുള്ള അവസ്ഥ എന്ന് കല്യാണം കഴിഞ്ഞവരോട് ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് പുച്ഛം തോന്നും. നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 6-7 മാസമാകുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളോട് പുച്ഛം തോന്നും. പഠിച്ചോനെ, ഇതിനു വേണ്ടി ഞാൻ ഇത്രയൊക്കെ റോസാപ്പൂവും പൊന്നും പണവും ഗിഫ്റ്റും സമ്മാനങ്ങളും കൊടുത്ത് എല്ലാ ദിവസവും എന്റെ ജോലിയും എന്റെ വരുമാനവും എന്റെ പഠനവും എന്റെ വായനയും എല്ലാം ഒഴിവാക്കി ഇങ്ങനെ ഇവൾക്ക് വേണ്ടി ത്യാഗം ചെയ്തത് ഇതിനു വേണ്ടിയായിരുന്നു. കുട്ടികൾക്ക് ഉപ്പാനെ കാണാറില്ല. ഉപ്പ രാത്രി 9 മണിക്ക് വരും, അപ്പോഴേക്കും കുട്ടികൾ ഉറങ്ങും. ഉപ്പ രാവിലെ 7 മണിക്ക് അടിച്ച് ജോലിക്ക് പോകും, അപ്പം കുട്ടികൾ ഉറങ്ങുന്നുണ്ടാവും. വീട്ടിൽ വന്നിട്ട് സ്ഥിരമായിട്ട് അയൽവാസികളൊക്കെ ചോദിക്കുന്നുണ്ട്, പോക്കറാക്ക എവിടെ, പോക്കറാക്ക എവിടെ. കുട്ടിക്ക് പോക്കറാക്ക എന്നല്ലാതെ ഉപ്പാരെന്ന് അറിയില്ല. അങ്ങനെ ഒരു ദിവസം എന്താ ഹർത്താൽ കാരണം ഉപ്പ ജോലിക്ക് പോയില്ല. അപ്പൊ കുട്ടി എണിക്കുമ്പോ ഒരാൾ കിടന്നുറങ്ങുന്നുണ്ട്. ഇതാരാന്ന് വെച്ചു. അപ്പൊ ഉമ്മ പറഞ്ഞു, ഇതന്നെയാണ് ആ പോക്കറാക്കാന്ന്. അപ്പൊ ഇതാ ഈ പോക്കറാക്കാന്ന് ചോദിച്ച പോലെ കല്യാണം കഴിഞ്ഞാലാണ് ഇതാ ഇതിനു വേണ്ടിയപ്പോ ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടത്, ഇതിനു വേണ്ടിയാണോ ഞാൻ ഇത്ര കഷ്ടപ്പെട്ടത് എന്ന് എല്ലാ പ്രണയിച്ച കാമുകന്മാരും ചിന്തിക്കുന്നൊരു കാലം വരാനുണ്ട്. ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടാൽ ആ പെണ്ണിനെ വളക്കാൻ വേണ്ടിട്ട് 2 കൊല്ലൊക്കെ വെറുതെ കളയും. ക്ലാസ്സിൽ പഠിക്കൂല, പുസ്തകം തുറക്കൂല, ആകെ സ്കൂളിൽ പോകുന്നത് ഇവളെ കാണാൻ. ഇവളൊന്ന് വന്നില്ലെങ്കിലും മൂടൂട്ടായി. അങ്ങനെ അവളൊന്ന് ചിരിച്ച് നമ്പർ അങ്ങോട്ട് കൊടുക്കാൻ 2 വർഷം, നമ്പർ കൊടുത്തിട്ടൊന്ന് സെറ്റാവാൻ 2 വർഷം, 4 വർഷം ഒരു പെണ്ണിന് വേണ്ടി കഴിഞ്ഞു. എന്നിട്ട് ഈ പെണ്ണിന് വേണ്ടി 4 വർഷം കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞാലോ? ഇതപ്പോ പോക്കറാക്കാന്ന് വെച്ച പോലെയുള്ള അവസ്ഥയാണ്. ഇതപ്പോ പോക്കറാക്ക. ഈ പെണ്ണിനാണ് ഞാൻ 4 വർഷം സമയം കഴിഞ്ഞത്. ഇത്രയേ ഉള്ളൂ ഈ പെണ്ണെന്നൊക്കെ പറഞ്ഞാൽ. വെറുതെ പ്രണയത്തിനും പ്രേമത്തിനും സമയം കളയരുത്. സമയാകുമ്പോ എന്തായാലും കല്യാണം നടക്കും. ഒരു പെണ്ണ് നമുക്ക് എല്ലാവർക്കും കിട്ടും. സമയാകുമ്പോ എന്തായാലും ഒരു പെണ്ണ് കിട്ടും, കല്യാണം കഴിക്കും. കല്യാണം കഴിഞ്ഞവരോട് ചോദിച്ചാൽ മതി, ഇത്രയൊക്കെ ഞാൻ കഷ്ടപ്പെട്ടിട്ട് പ്രണയിച്ചൊരു കല്യാണം കഴിക്കണമായിരുന്നോ എന്ന് നിങ്ങൾക്ക് ഇപ്പൊ അറിയണമെങ്കിൽ നേരത്തെ കല്യാണം കഴിച്ച ആളുകളോട് ചോദിച്ചാൽ മതി. എന്താ കല്യാണത്തിന്റെ അവസ്ഥ, എന്താ കല്യാണം കഴിഞ്ഞാലുള്ള അവസ്ഥ എന്ന് കല്യാണം കഴിഞ്ഞവരോട് ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് പുച്ഛം തോന്നും. നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 6-7 മാസമാകുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളോട് പുച്ഛം തോന്നും. പഠിച്ചോനെ, ഇതിനു വേണ്ടി ഞാൻ ഇത്രയൊക്കെ റോസാപ്പൂവും പൊന്നും പണവും ഗിഫ്റ്റും സമ്മാനങ്ങളും കൊടുത്ത് എല്ലാ ദിവസവും എന്റെ ജോലിയും എന്റെ വരുമാനവും എന്റെ പഠനവും എന്റെ വായനയും എല്ലാം ഒഴിവാക്കി ഇങ്ങനെ ഇവൾക്ക് വേണ്ടി ത്യാഗം ചെയ്തത് ഇതിനു വേണ്ടിയായിരുന്നു. കുട്ടികൾക്ക് ഉപ്പാനെ കാണാറില്ല. ഉപ്പ രാത്രി 9 മണിക്ക് വരും, അപ്പോഴേക്കും കുട്ടികൾ ഉറങ്ങും. ഉപ്പ രാവിലെ 7 മണിക്ക് അടിച്ച് ജോലിക്ക് പോകും, അപ്പം കുട്ടികൾ ഉറങ്ങുന്നുണ്ടാവും. വീട്ടിൽ വന്നിട്ട് സ്ഥിരമായിട്ട് അയൽവാസികളൊക്കെ ചോദിക്കുന്നുണ്ട്, പോക്കറാക്ക എവിടെ, പോക്കറാക്ക എവിടെ. കുട്ടിക്ക് പോക്കറാക്ക എന്നല്ലാതെ ഉപ്പാരെന്ന് അറിയില്ല. അങ്ങനെ ഒരു ദിവസം എന്താ ഹർത്താൽ കാരണം ഉപ്പ ജോലിക്ക് പോയില്ല. അപ്പൊ കുട്ടി എണിക്കുമ്പോ ഒരാൾ കിടന്നുറങ്ങുന്നുണ്ട്. ഇതാരാന്ന് വെച്ചു. അപ്പൊ ഉമ്മ പറഞ്ഞു, ഇതന്നെയാണ് ആ പോക്കറാക്കാന്ന്. അപ്പൊ ഇതാ ഈ പോക്കറാക്കാന്ന് ചോദിച്ച പോലെ കല്യാണം കഴിഞ്ഞാലാണ് ഇതാ ഇതിനു വേണ്ടിയപ്പോ ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടത്, ഇതിനു വേണ്ടിയാണോ ഞാൻ ഇത്ര കഷ്ടപ്പെട്ടത് എന്ന് എല്ലാ പ്രണയിച്ച കാമുകന്മാരും ചിന്തിക്കുന്നൊരു കാലം വരാനുണ്ട്.